കാര്യം 6 വർഷത്തെ പരിചയമുള്ളെങ്കിലും വളരെയധികം കാലത്ത് ഒരു സ്നേഹം ഞങ്ങൾ തമ്മിലുണ്ട്. വീട് കാണാൻ പറ്റി, സ്മാരകം കാണാൻ പറ്റി. ഇപ്പോൾ പാടിയിലാണ് ഉള്ളത്. ഈ പുള്ളിക്കാരന് കൊച്ചുരാങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കലാണ് ഹോബി. കലഫമണി ചേട്ടൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ചേട്ടൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന പേരിൽ ബെൻ 100 എന്ന മുകളിൽ എഴുതിയിട്ടുണ്ട്. നമ്പർ അതാണ് 100 ആണ്. അപ്പോൾ ആ ഓട്ടോറിക്ഷ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പുറകിൽ കലഫമണി ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പ്രതിമയും ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്മാരകം ആണ്, ഒരു കലാഗ്രഹം എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. മുകളിൽ കലഫമണി ചേട്ടൻ്റെ അനിയൻ തന്നെയാണ് ഇവിടെ നടത്തുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. യോഗ, ഡാൻസ് എന്നൊക്കെയുള്ള പ്രാക്ടീസൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ചേട്ടൻ്റെ. ചാലക്കുടിയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നാണ് വന്നത്. ഇടയ്ക്ക് വെച്ച് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനെ കണ്ടു. ആ ചേട്ടനാണ് ഇങ്ങോട്ട് വീട്ടിലുള്ള വഴിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. എവിടെ ചോദിച്ചാലും അറിയാം. നമുക്ക് കേരളക്കാർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് പോലെ തന്നെ ഒരു മഹാനടനാണ്. എല്ലാ രംഗത്തും കല അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച ഒരു മഹാനടൻ്റെ നമുക്ക് എന്നും വേദനയുണ്ട്. അപ്പോൾ നമ്മളുമായിട്ടുള്ള വേർപാടിന് ശേഷം എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാവരും സ്നേഹിക്കുന്ന ഒരു മഹാനടൻ തന്നെയാണ്. അപ്പോൾ എനിക്കിവിടെ വന്ന് കാണാൻ പറ്റി. ചാലക്കുടി വരുമ്പോഴത്തേക്കൊക്കെ ഞാൻ വിചാരിക്കും ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. അപ്പോൾ ഇപ്രാവശ്യം എന്തായിരുന്നാലും ചേട്ടൻ്റെ വീടും പിന്നെ അടുത്ത് തന്നെയുള്ള സ്മാരകം പിന്നെ പാടി എന്ന് പറഞ്ഞ സ്ഥലം അതിനെയാണ് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിലാണ് കലഫമണി ചേട്ടനെ അടക്കം ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ചേട്ടൻ്റെ വീട്. നാട്ടുകാർക്ക് എല്ലാം അറിയാലോ, പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും നല്ല അത് മാത്രമേ പറയാനുള്ളൂ. ഒരു സാധാരണക്കാരൻ, ഒരു സിനിമാ നടൻ എന്നതിലുപരി
സാധാരണക്കാരനായിട്ടാണ് ഇവിടെ ജീവിച്ചത് എന്നാണ് പറയുന്നത് എല്ലാവരും. പിന്നെ ഏറ്റവും വലിയ നഷ്ടം കേരളക്കാർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും നഷ്ടമാണ്, എന്നാൽ സാധാരണക്കാർക്ക് ഒരുപാട് രീതിയിലുള്ള നഷ്ടം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള നാട്ടുകാരെ പറഞ്ഞു ഇവിടെ ക്യൂ ആയിരിക്കും, ഇവിടെ ഉള്ള സമയത്ത് ക്യൂ ആയിരിക്കും, ആൾക്കാർ സഹായത്തിന് ഇതിനൊക്കെ വന്നിട്ട് ചോദിക്കുന്ന ഒരു. അതുപോലെ തന്നെ ഇവിടെ ജീവിച്ചപ്പോഴും സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ, സിനിമാ നടൻ എന്നുള്ള രീതിയിലല്ല, സാധാരണ എപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ റോഡിൽ തന്നെ കാണും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എല്ലാവരുമായിട്ടുള്ള സഹകരണം അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെയാണ് ജീവിതശൈലി. ഇപ്പോൾ ഞാനുള്ളത് പാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കലാഭവൻ ചേട്ടൻ്റെ വീടും സ്മാരകം, പിന്നെ പാടി, ഇവിടെയൊക്കെ ഒന്ന് സന്ദർശിക്കുക എന്നുള്ളതാണ്. എനിക്കും ഒരുപാട് താല്പര്യമായിരുന്നു ഇവിടെ ചാലക്കുടിയിൽ വരുമ്പോഴത്തേക്ക്. ഞാൻ തിരുവനന്തപുരംകാരനാണ്, നമുക്കെപ്പോഴും ഇവിടെ വരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ പേരിലാണ് നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒന്ന് ഇറങ്ങണമെന്ന്. അപ്പോൾ ഇന്നാണ് അതിന് സമയം കിട്ടിയത്. എന്തായാലും വീട് കാണാൻ പറ്റി, സ്മാരകം കാണാൻ പറ്റി. ഇപ്പോൾ പാടിയിലാണ് ഉള്ളത്. ചാലക്കുടിയിൽ നിന്ന് നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ. ഞാൻ നടന്നിട്ടാണ് വന്നത്. ആൾക്കാരടുത്തൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയാണ് വന്നത്. എന്തായാലും കേരളക്കാർക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കിയ കാര്യം എന്നല്ല, ഇന്നും ഒരു വിഷമമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ വേർപാട് എന്നുള്ളത്. പാട്ടായാലും സിനിമയായാലും മിമിക്രി ആയാലും എല്ലാ രംഗത്തും നല്ലവണ്ണം ശോഭിച്ചു നിന്ന ഒരു നക്ഷത്രം തന്നെയാണ്, ഒരു സ്റ്റാറാണ്. എന്തു പറയാൻ, മണിച്ചേട്ടൻ്റെ വിയോഗം എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇനി ഉള്ളത് നമുക്ക് ഈ ഒരു ഓർമ്മകൾ തന്നെയാണ്. ആ ഓർമ്മകളെ ഒന്ന് നേരിൽ കാണുക എന്നുള്ളത് എനിക്ക് ഒരു വലിയൊരു ഭാഗ്യം എന്നുള്ളത് പോലെ തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീട് ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്, അവിടെ താമസക്കാരൊന്നുമില്ല. എനിക്ക് ചന്ദ്രൻ എന്ന് പറയുന്നൊരു ചേട്ടനാണ് വഴിയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. എനിക്ക് അവരെ ഇതിലൂടെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ആൾ പറഞ്ഞത് സിനിമാ നടൻ എന്നുള്ള രീതിയിലല്ല, ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ താമസിച്ചതെന്നാണ്. ഇവിടെ ഉണ്ടെങ്കിൽ റോഡിൽ തന്നെ കാണും. ഒരു 10-500 പേരെങ്കിലും, ഒരു 10-50 കാറെങ്കിലും ഇവിടെ വരാറുണ്ട്. ഈ വലിയ ബസ്സുണ്ടല്ലോ, അത് ബസ് പോലെ ആൾക്കാർ വരും, ടൂർ. പിന്നെ വാനുകളിൽ ഒരു 5 വാനെങ്കിലും ഒരു ദിവസം വരും. അതിനും വേണ്ട ആൾക്കാർ ഇവിടെ വന്ന് ഇത് കാലത്ത് എനിക്കൊരിത്തിരി വാക്കിങ് സമയമാണ്. അപ്പോൾ ഇവിടെ പലരും ചോദിക്കും വാടിയിലേക്ക് പോണത് വഴി ഇവിടെ നിന്ന് ചോദിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കും. ആ മണിയുടെ മോളും എൻ്റെ മകളുടെ രണ്ടാമത്തെ മോളും ഈ CA പാസ്സായിട്ടില്ല, പരീക്ഷ എഴുതിയാണ്.
ആ കൊച്ചും ഒന്നിച്ചാണ് പഠിച്ചേക്കണേ. അവള് ഫാദർ മരിച്ചിട്ട് ഇവരെ ഈ ക്ലാസ്മേറ്റ്സ് എല്ലാവരും പോയാണ് ആ കൊച്ചിനെ സമാധാനപ്പെടുത്തിയത്. അതുമാത്രമല്ല, വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഇടയിൽ ഈ പുള്ളിക്കാരൻ ഈ കൊച്ചുങ്ങളോട് എല്ലാവരോടും അവരൊക്കെ ഡാൻസ് പഠിച്ചിട്ടുള്ള കൊച്ചുങ്ങളാണ്. അവിടെ ഡാൻസ് അവിടെ ചെയ്യിക്കും. അതിനുശേഷം ഈ പുള്ളിക്കാരന് കൊച്ചുരാങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കലാണ് ഹോബി. ഒന്ന് തിന്ന് കഴിയുമ്പോഴേക്കും അടുത്തത് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ കൊച്ചുരാങ്ങൾക്കൊക്കെ ഈ പഠിക്കുന്ന പിള്ളേർ ഡാൻസ് പഠിക്കാനും അവർക്കോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ ഈ പേരക്കുട്ടി അവിടെ പോയി ഡാൻസ് ചെയ്യും. ഞായറാഴ്ച മറ്റുള്ള ചില ക്ലാസ് ഉണ്ടല്ലോ, ഡാൻസ് ചെയ്യും. അങ്ങോട്ടായിട്ട് വലിയ പരിചയമായിരുന്നു. ഭക്ഷണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ തീറ്റി പോറ്റും. അത്ര ഭയങ്കരമായ സ്നേഹമുള്ള ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. ഏതോ രീതിയിൽ ഒരു നിർഭാഗ്യമായ മരണം വന്നു. ഞാനിതൊക്കെ 2-3 ദിവസം മുമ്പ് സിനിമയിൽ ഇവിടെ ഒരു സീന് വന്നപ്പോൾ മണി പോലീസുകാരനായിട്ട് നടിക്കുന്നതായിട്ടൊരു വേഷം കണ്ടിയാണ്. അപ്പോൾ ഞാൻ മനസ്സിലോർത്ത് ഞാൻ പോകുമ്പോൾ മണി സല്യൂട്ട് അടിച്ചിട്ട് പോകുള്ളൂ. കാര്യം 6 വർഷത്തെ പരിചയമുള്ളെങ്കിലും വളരെയധികം കാലത്ത് ഒരു സ്നേഹം ഞങ്ങൾ തമ്മിലുണ്ട്.